നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നിങ്ങൾ അറിയാതെ തന്നെ വമ്പൻ കമ്പ്യൂട്ടറുകൾ വിഴുങ്ങുന്നുണ്ടോ? ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ആ സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ ട്രേഡ് എങ്ങനെ നഷ്ടത്തിലാകുന്നു എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് ഉത്തരം ഒരുപക്ഷെ നിങ്ങളെ ഞെട്ടിച്ചേക്കും. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഡെറിവേറ്റീവ് വിപണിയിൽ നടക്കുന്ന ട്രേഡുകളിൽ പകുതിയിലധികവും പുതിയ കണക്കുകൾ പ്രകാരം ഏകദേശം 70% വരെ നിയന്ത്രിക്കുന്നത് മനുഷ്യരല്ല, മറിച്ച് അതിവേഗം ചലിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ്. ഈ കളിയിൽ നമ്മളെ പോലെ സാധാരണക്കാർ എവിടെയാണ് നിൽക്കുന്നത്? അൽഗോ ട്രേഡിംഗ് എന്ന ഭീമൻ റീറ്റെയിൽ നിക്ഷേപകരെ കൊടുക്കാനുള്ള കെണിയാണോ, അതോ നമുക്കും ഈ കളിയിൽ പങ്കുചേരാൻ വഴിയുണ്ടോ? ഇതിന് പിന്നിലെ ഞെട്ടിക്കുന്ന സത്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മളിൽ പലർക്കും ഈ അനുഭവം ഉണ്ടാകും. നന്നായി പഠിച്ച് നമ്മളൊരു ട്രേഡ് എടുക്കുന്നു, എല്ലാം വിചാരിച്ചതുപോലെ മുകളിലേക്ക് പോകുന്നു. എന്നാൽ പെട്ടെന്നൊരു നിമിഷം ഒരു വലിയ വിൽപ്പന സമ്മർദ്ദം വന്ന് മാർക്കറ്റ് താഴേക്ക് കൂപ്പുകുത്തുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നു, നമ്മൾ നഷ്ടത്തിൽ ട്രേഡിൽ നിന്ന് പുറത്താകുന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് കുതിച്ചു ചാടുന്നതും കാണാൻ കഴിയും. ഇത് കാണുമ്പോൾ സ്വാഭാവികമായും തോന്നും, ആരോ നമ്മളെ മനഃപൂർവ്വം ലക്ഷ്യം വെക്കുന്നു, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അത് തട്ടിപ്പറിക്കാൻ വേണ്ടി മാത്രം ആരോ നമ്മളുടെ പിന്നാലെ കൂടുന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഈ തോന്നൽ ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ അവിടെ നിങ്ങളെ ലക്ഷ്യം വെക്കുന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ ആയിരക്കണക്കിന് കമ്പ്യൂട്ടർ അൽഗോരിതങ്ങളാണ്. നമ്മൾ സാധാരണക്കാർ ചാർട്ടുകളും ഇൻഡിക്കേറ്ററുകളും നോക്കി ട്രേഡ് എടുക്കാൻ മിനിറ്റുകൾ എടുക്കുമ്പോൾ നമ്മുടെ പേടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രീഡിനെസ് പോലെയുള്ള വികാരങ്ങൾ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യും. എന്നാൽ യന്ത്രങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല, അവയ്ക്ക് വികാരങ്ങളില്ല, ക്ഷീണമില്ല. സെക്കൻഡിൽ 1000 വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും ട്രേഡുകൾ നടപ്പിലാക്കാനും അവയ്ക്ക് സാധിക്കും. ഈ വേഗതയുടെ കളിയിൽ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും? ഒരു സാധാരണ നിക്ഷേപകൻ ഒരു ദിവസം 10ഓ 20ഓ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് സ്ഥാപനം ഒരു സെക്കൻഡിൽ 10,000 കണക്കിന് ഓർഡറുകളാണ് മാർക്കറ്റിലേക്ക് അയക്കുന്നത്. ഇതൊരു ഫോർമുല 1 കാറിനോട് സൈക്കിളിൽ മത്സരിക്കുന്നതിന് തുല്യമാണ്. ഈ മത്സരത്തിൽ തോൽക്കുമ്പോൾ നമ്മൾ കരുതുന്നു മാർക്കറ്റ് നമുക്കെതിരാണ്. സത്യത്തിൽ നമ്മൾ പുതിയ കളിക്കളത്തിൽ പഴയ നിയമങ്ങൾ വെച്ചാണ് കളിക്കുന്നത്. നമുക്ക് പുതിയ കളികൾ വശമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കളി ഇത്ര സങ്കീർണമാകുന്നത്? പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ്. അൽഗോരിതമിക് ട്രേഡിംഗും അതിന്റെ ഏറ്റവും വേഗതയേറിയ രൂപമായിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗും. ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു കൂട്ടം ലോജിക്കുകൾ അനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ട്രേഡുകൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് അൽഗോ ട്രേഡിംഗ്. ഉദാഹരണത്തിന് ഒരു സ്റ്റോക്കിന്റെ വില 200 രൂപ കടന്നാൽ ബൈ ചെയ്യുക, 190 താഴെ പോയാൽ വിൽക്കുക. ഇതൊരു വളരെ ലളിതമായിട്ടുള്ള അൽഗോയാണ്. എന്നാൽ വൻകിട സ്ഥാപനങ്ങളുടെ അൽഗോകൾ ഇതിലും എത്രയോ കോംപ്ലിക്കേറ്റഡ് ആണ്. അവ മാർക്കറ്റിലെ വാർത്തകൾ, സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ, മറ്റു വലിയ ഓർഡറുകൾ ഇവയെല്ലാം തത്സമയം വിശകലനം ചെയ്താണ് ഡിസിഷൻസ് എടുക്കുന്നത്. ഇതിന്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു രൂപമാണ് HFT. ഇവിടെ വേഗതയാണ് എല്ലാം. കമ്പനികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സെർവറുകൾക്ക് തൊട്ടടുത്തായിട്ട് അവരുടെ സ്വന്തം സെർവറുകൾ സ്ഥാപിക്കുന്നു. ഇതിനെയാണ് കോലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതുവഴി അവർക്ക് മറ്റാരേക്കാളും വേഗത്തിൽ മാർക്കറ്റ് ഡേറ്റ ലഭിക്കുകയും ഓർഡറുകൾ നൽകാൻ കഴിയുകയും ചെയ്യും. ഈ മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസം കൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയാണ് അവർ ലാഭം ഉണ്ടാക്കുന്നത്. ഇത് വെറും ഊഹാപോഹമല്ല. 2025 ജൂലൈയിൽ സെബി പുറത്തുവിട്ട ഒരു ഇടക്കാല ഉത്തരവാണ് ഇതിനൊരു വലിയ ഉദാഹരണമായിട്ട് പറയാനുള്ളത്. ജെയിൻ സ്ട്രീറ്റ് എന്ന പ്രമുഖ HFT സ്ഥാപനം ബാങ്ക് നിഫ്റ്റി ഡെറിവേറ്റീവ് മാർക്കറ്റിൽ കൃത്രിമത്വം കാണിച്ചുവെന്ന് സെബി ആരോപിച്ചു. ഈ ഇടപാടുകളിലൂടെ നേടിയ നിയമവിരുദ്ധ ലാഭമാണെന്ന് ആരോപിക്കപ്പെടുന്ന ഏകദേശം 4843 കോടി രൂപ മരവിപ്പിക്കാൻ സെബി ഉത്തരവിട്ടു. കേസിന്റെ അന്തിമ വിധി വരാനിരിക്കുന്നേ ഉള്ളൂ. അവർ ചെയ്തതായിട്ട് ആരോപിക്കപ്പെടുന്നത് ക്യാഷ് മാർക്കറ്റിൽ ചെറിയ ഓർഡറുകൾ ഇട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ വിലയെ സ്വാധീനിക്കുകയും അവിടെ നിന്ന് ഭീമമായിട്ടുള്ള ലാഭം നേടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനിടയിൽ നഷ്ടം സംഭവിച്ചത് ആർക്കെല്ലാമാണ്? നമ്മളെ പോലെയുള്ള സാധാരണ നിക്ഷേപകർക്ക് തീർച്ചയായിട്ടും നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവാം. എല്ലാ HFT സ്ഥാപനങ്ങളും ഇത്തരം കൃത്രിമങ്ങൾ ചെയ്യുന്നുണ്ട് എന്നല്ല, എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഈ രംഗത്തെ അപകട സാധ്യതകൾ തുറന്നു കാട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ സത്യം കളി മാറുകയാണ് എന്നുള്ളതാണ്. ചെയ്യാൻ പറ്റുന്നത് നമുക്കും കൂടെ കളിക്കാം. ഇതുവരെ കേട്ടപ്പോൾ സാധാരണക്കാർക്ക് ഈ കളിയിൽ നിന്ന് ഒരു സ്ഥാനവുമില്ല എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്. എന്നാൽ അവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. അൽഗോ ട്രേഡിംഗ് ഇനി വൻകിട സ്ഥാപനങ്ങൾക്ക് മാത്രം കുത്തകയല്ല. ടെക്നോളജി അതിവേഗം സാധാരണക്കാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ റീറ്റെയിൽ നിക്ഷേപകരുടെ പങ്കാളിത്തം ഈ രംഗത്ത് അതിവേഗം വളരുകയാണ്. ഏകദേശം 20 വർഷം മുമ്പ് ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ വന്ന് സാധാരണക്കാർക്ക് നേരിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടാൻ അവസരം കിട്ടിയതുപോലെ ഒരു വിപ്ലവമാണ് ഇപ്പോൾ അൽഗോ രംഗത്ത് നടക്കുന്നത്. ഇന്ന് കോഡിംഗ് അറിയാത്ത ഒരാൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന ധാരാളം പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ട്രാറ്റജികൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വിജയിച്ച മറ്റു സ്ട്രാറ്റജികൾ ഉപയോഗിക്കാം. GPT-4o പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ച് പുതിയ ട്രേഡിംഗ് ആശയങ്ങൾ കണ്ടെത്താൻ പോലും ഇന്ന് സാധിക്കുന്നുണ്ട്. വൻകിടക്കാർ അവരുടെ ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ വേഗതയോ കൊണ്ട് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അൽഗോ ട്രേഡിംഗ് നമുക്ക് മറ്റൊരു ശക്തമായിട്ടുള്ള ആയുധം നൽകുകയാണ്: വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. നഷ്ടം വരുമ്പോൾ പേടിച്ച് നേരത്തെ വിൽക്കുന്നതും
ലാഭം കാണുമ്പോൾ അത്യാഗ്രഹം കാരണം കൂടുതൽ കാത്തിരുന്ന അവസരങ്ങൾ നഷ്ടത്തിലാക്കുന്നതും നമ്മളുടെ സ്ഥിരം ശീലങ്ങൾ തന്നെയാണ്. എന്നാൽ ഒരു ആൽഗോ നമ്മൾ കൊടുക്കുന്ന നിയമങ്ങൾ അച്ചടക്കത്തോടെ പാലിക്കും. അതിന് പേടിയോ അല്ലെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള ഗ്രീഡിനെസ്സോ ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ആൽഗോ അങ്ങനെ ഒരു മാന്ത്രിക വടിയൊന്നുമല്ല. നമ്മുടെ സ്ട്രാറ്റജി തെറ്റാണെങ്കിൽ ആൽഗോ ആ നഷ്ടങ്ങൾ വളരെ വേഗത്തിൽ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ആൽഗോ ഒരു കെണിയല്ല, മറിച്ച് ശരിയായിട്ട് ഉപയോഗിച്ചാൽ സാധാരണ നിക്ഷേപകന്റെ ഏറ്റവും വലിയ സഹായിയായിട്ട് മാറാൻ കഴിവുള്ള ഒരു ഉപകരണമാണ് ആൽഗോ ട്രേഡിംഗ്. അപ്പൊ എങ്ങനെ സുരക്ഷിതമായിട്ട് ആൽഗോയുടെ ലോകത്തേക്ക് നമുക്ക് കടക്കാം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കണ്ണുമടച്ച് ഏതെങ്കിലും ആൽഗോ പ്ലാറ്റ്ഫോമിൽ പണം നിക്ഷേപിക്കുന്നത് തീർച്ചയായിട്ടും അപകടം തന്നെയാണ്. കാരണം അവസരങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇവിടെ പല ചതിക്കുഴികളുമുണ്ട്. അപ്പോ ഒന്നാമതായിട്ട് ആൽഗോ തട്ടിപ്പുകളെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. മാസം 30% ഉറപ്പായ ലാഭം അല്ലെങ്കിൽ 100% ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞു വരുന്ന ഓഫറുകൾ നൽകുന്ന ആ ഒരു കമ്പനികളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്നിനും ഒരു ഗ്യാരണ്ടി ഇല്ല. ഒരു സെർട്ടനിറ്റി എന്ന വാക്കിന് തന്നെ മീനിങ് ഇല്ലാത്ത ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും പ്രോബബിലിറ്റി കൊണ്ട് മാത്രം കളിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഷെയർ മാർക്കറ്റ്. പരിശോധിച്ചുറപ്പിച്ച ലാഭനഷ്ട കണക്കുകൾ കാണിച്ച് ആകർഷിക്കാൻ ശ്രമിക്കുന്നവരെയും നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വിശ്വസനീയമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കുക. 2025 പുതിയ നിയമങ്ങൾ അനുസരിച്ച് റീറ്റെയിൽ നിക്ഷേപകർക്ക് നൽകുന്ന എല്ലാ ആൽഗോകളും എക്സ്ചേഞ്ച് അംഗീകരിച്ചതായിരിക്കണം. കൂടാതെ ആൽഗോ സേവനം നൽകുന്ന സ്ഥാപനങ്ങൾ എക്സ്ചേഞ്ചിൽ എംപാനൽ ചെയ്തായിരിക്കണം. അതുകൊണ്ട് ഇത്തരം അംഗീകൃത പ്ലാറ്റ്ഫോമുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ബ്ലാക്ക് ബോക്സ് ആകരുത്. അതിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒന്നായിരിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് മുൻകാലങ്ങളിൽ അത് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് കാണിക്കുന്ന വിശദമായിട്ടുള്ള ബാക്ക് ടെസ്റ്റിംഗ് റിപ്പോർട്ടുകൾ ചോദിച്ചു വാങ്ങി മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങുക. ആദ്യം പേപ്പർ ട്രേഡിംഗ് തുടങ്ങുക. അതിനുശേഷം നഷ്ടപ്പെട്ടാലും സാരമില്ല എന്നുള്ള ചെറിയൊരു തുക ഉപയോഗിച്ച് ലൈവ് മാർക്കറ്റിൽ പരീക്ഷിക്കുക. ആ ഒരു സ്ട്രാറ്റജി തുടർച്ചയായിട്ട് കുറഞ്ഞത് 6 മാസമെങ്കിലും ലാഭകരമാണെന്ന് കണ്ടാൽ മാത്രം കൂടുതലായിട്ട് പണം നിക്ഷേപിക്കാവുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. നാലാമതായിട്ട് ആൽഗോയെ ഒരു പണമുണ്ടാക്കുന്ന യന്ത്രമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാണരുത്. അതിനെ നിങ്ങളുടെ ട്രേഡിംഗ് സഹായിയായിട്ട് കാണുക. നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ, വികാരങ്ങളുടെ സ്വാധീനമൊന്നും ഇല്ലാതെ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കാവുന്നതാണ്. ആൽഗോ പ്രവർത്തിക്കുമ്പോഴും മാർക്കറ്റിനെ നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ നേരിട്ട് ഇടപെടുകയും ചെയ്യേണ്ടി വന്നേക്കാം. ഓർക്കുക, തീർച്ചയായിട്ടും നമുക്ക് അറിവാണ് ഏറ്റവും വലിയ സുരക്ഷാ കവചം. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ആൽഗോ ട്രേഡിംഗ് റീറ്റെയിൽ നിക്ഷേപകർക്ക് ഒരു കെണിയാണോ? ഉത്തരം അതെ എന്നും അല്ല എന്നും പറയാം. നിങ്ങൾ ഈ പുതിയ ടെക്നോളജിയെ കുറിച്ച് പഠിക്കാതെ പഴയ രീതിയിൽ മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കെണിയിലാണ്. കാരണം കളിക്കളം മാറിയിരിക്കുന്നു, നിങ്ങളുടെ കളിയുടെ നിയമങ്ങളും മാറിയിട്ടുണ്ട്. എന്നാൽ ഈ പുതിയ സാങ്കേതിക വിദ്യയെ ഒരു അവസരമായിട്ട് കണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രേഡിംഗ് ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. വൻകിട സ്ഥാപനങ്ങളുടെ വേഗതയെ നമുക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ആൽഗോയുടെ സഹായത്തോടെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ വികാരങ്ങളെ നിയന്ത്രിക്കാനും അച്ചടക്കത്തോടെ ഒരു സ്ട്രാറ്റജി പിന്തുടരാനും സാധിക്കും. അതുകൊണ്ട് ആൽഗോയെ പേടിക്കേണ്ട, പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതൊരു ശത്രുവല്ല. ശരിയായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രമാകും, വിശ്വസ്തനായ പങ്കാളിയാകും. നിങ്ങൾക്ക് ആൽഗോ ട്രേഡിനെ പറ്റി എന്തൊക്കെ അറിയാം? ആൽഗോ ട്രേഡിംഗിലെ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും തട്ടിപ്പുകളിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. അപ്പോ അറിവാണ് ഏറ്റവും വലിയ നിക്ഷേപം. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.